നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടീശ്വരനായിട്ടുള്ള കേതലിന് വേണ്ട തനിക്ക് ചേതനൊപ്പം പോകാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ വിവാഹം നിർത്തിവെക്കണം. തനിക്ക് തൻ്റെ കാമുകനൊപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്ന് വീട്ടുകാരോട് പറയാനുള്ള മടി. സ്വാർത്ഥതയ്ക്ക് വേണ്ടി സിയ ആ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ വാർത്തയുടെ ഞെട്ടലിലാണ് രാജ്യമൊന്നടക്കം. പൂനെയിൽ പ്രണയം കാണിച്ച് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു യുവാവ്. കേതലിനെ എങ്ങനെയാണ് അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തിയത് എന്നുള്ളത് പലപ്പോഴും പലരും ചോദിച്ച ചോദ്യമാണ്. എത്രയൊക്കെ ആണെങ്കിലും അവൻ അവളെ സ്നേഹിച്ചിരുന്നില്ലേ? അവൻ കിടന്ന് പിടയുന്നത് കാണുമ്പോൾ അവൾക്കൊരു തുള്ളി കുറ്റബോധവും ഉണ്ടായിരുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങളാണ് പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയത്. എന്നാൽ കേതൻ എന്ന് പറയുന്നത് തികച്ചും അവരുടെ ഒരു സ്നേഹിതൻ എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതേ അവസ്ഥ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ കൊല്ലുകയാണെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കും. അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ നാടകങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. അതായത് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി താൻ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയെയും ഒക്കെ കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ കഥ. ഈ പെൺകുട്ടി തൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയെന്നത് തനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ അമ്മയുടെ ജോലി കൈവശപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ്. അമ്മയെ വെറുതെ അങ്ങ് കൊന്നു കളഞ്ഞതല്ല, അപകടമരണമാക്കി മാറ്റാൻ വേണ്ടി വാടക കൊലയാളിയെ നിർമ്മിച്ച് തൻ്റെ കാമുകനോട് പണം കടം വാങ്ങിയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് കേട്ട് രാജ്യം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. വാടക കൊലയാളിയെ ഏർപ്പെടുത്തി സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഒരു നിയമ വിദ്യാർത്ഥിനി. എന്തായാലും സംഭവത്തിൽ പെൺകുട്ടിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ജയ്പൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ അറസ്റ്റിലായ പെൺകുട്ടിയെ ജയ്പൂർ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് വിധേയമാക്കിയിരിക്കുകയാണ്. ജയ്പൂർ കോടതിയിലെ ക്ലർക്കായിരുന്ന നീരജ് ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ആ സംഭവത്തിൽ അവരുടെ മകൾ തന്നെ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ആ അമ്മ ഒരിക്കലും അറിഞ്ഞു കാണില്ല തൻ്റെ മകളാണ് തൻ്റെ ജീവൻ അപഹരിച്ചതെന്ന്. വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട പിതാവിൻ്റെ മരണത്തിലും ഇപ്പോൾ ചില സംശയങ്ങളുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുൻപേ മാതാപിതാക്കളെ കൊന്ന് അവരുടെ ജോലി നേടിയെടുക്കുകയായിരുന്നു ആയുഷി എന്ന് പറയുന്ന പെൺകുട്ടി പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ള സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും പ്രതി അവസാന വർഷ LLB വിദ്യാർത്ഥിനിയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അമ്മയുടെ ജോലി തട്ടിയെടുക്കാനും സ്വത്ത് കൈക്കലാക്കാനും വേണ്ടിയാണ് തൻ്റെ കാമുകനൊപ്പം ചേർന്ന ഈ പെൺകുട്ടി ഈ മാതാവിനെ കൊലപ്പെടുത്തിയത്, അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ജൂലൈയിലാണ് SUV ഇടിച്ചുകൊണ്ട് നീരജ് ശർമ്മ അത് മരണപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. തികച്ചും ഒരു അപകട മരണമാണ് എന്നായിരുന്നു കരുതിയതെങ്കിൽ ഇതിന് പിന്നാലെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് കൊലപാതകമാണ് എന്നുള്ള സംശയങ്ങൾ പോലീസിനുണ്ടാകുന്നത്. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ അമ്മയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് മകൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. കോർട്ട് മാസ്റ്ററായിരുന്ന ഭർത്താവ് വിജയ് ശർമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് നീരജ് ശർമ്മയ്ക്ക് കോടതിയിൽ ആശ്രിത നിയമനമായിട്ട് ജോലി ലഭിക്കുന്നത്. നീണ്ടകാലമായി അസുഖബാധിതനായിരുന്നു വിജയ് ശർമ്മ. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലും ഇപ്പോൾ ആയുഷിയുടെ കരങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ബന്ധുവും കാമുകനുമായ ബൽറാമിന്റെ സഹായത്തോടെയായിരുന്നു ആയുഷി ഈ കൊലപാതകം നടത്തിയതെന്നാണ് വിവരം. ആയുഷി തന്റെ കാമുകനൊപ്പം ചേർന്ന് ഒരു വാടക കൊലയാളിയെ തരപ്പെടുത്തുന്നു. 7 ലക്ഷം രൂപയാണ് തൻ്റെ അമ്മയ്ക്ക് അവളിട്ട വില. അങ്ങനെ 7 ലക്ഷം രൂപ വാടക കൊലയാളിക്ക് കരാർ ഉറപ്പിച്ചതിന് ശേഷം കൊലപാതകം ഒരു അപകട മരണമാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. റോഡ് അപകടം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് മകളും കാമുകനും ഒപ്പം ചേർന്നുകൊണ്ട് നടത്തിയത്. അതിനുശേഷം ആയുഷി ആ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി കാത്തിരുന്നു. ആയുഷിയും കാമുകനും ചേർന്ന് ഇതിനുള്ള കാത്തിരിപ്പിന് പിന്നാലെ ചില സമയങ്ങളിൽ ഈ കൊലപാതക ശ്രമം പാളിപ്പോയിരുന്നു. ബൽറാമും ആയുഷിയും ചേർന്ന് സ്ട്രോക്ക് വന്ന് തളർന്ന വിജയ് ശർമ്മയെ അജ്ഞാതമായ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതടക്കം വലിയ സംശയങ്ങൾക്കാണ് കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് അമ്മാവൻ രാകേഷ് ശർമ്മ വ്യക്തമാക്കുന്നത്. 3 മാസത്തോളം അദ്ദേഹത്തിന്റെ ചികിത്സയെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല എന്നത് ഇപ്പോൾ ചില സംശയങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുകയാണെന്ന് രാകേഷ് പറയുന്നു. നീരജിന്റെ നിരന്തരമായ ചോദ്യം
ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ആ പിതാവിനെ ആ മകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ അസുഖമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തതടക്കം നാടകമായിരുന്നു എന്ന് സംശയം. വിജയ് ശർമ്മയെ കുടുംബം തിരികെ എത്തിച്ചുവെങ്കിലും തിരികെ വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ പറയുന്ന ആരും കാണാതെ ചികിത്സ നടത്തിയിരുന്ന സമയത്ത് ഇയാളുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. കൊലപാതകം ഇഞ്ചിഞ്ചായി ആ സ്വന്തം അച്ഛനെ പോലും കൊലപ്പെടുത്തിയ മകൾ എന്നുള്ള തരത്തിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ആ കുടുംബത്തിന്. പിതാവിന് ഭക്ഷണം നൽകുന്ന ട്യൂബ് ആയുഷി നീക്കം ചെയ്തതായടക്കമാണ് ഇപ്പോൾ അമ്മാവൻ സംശയിക്കുന്നത്. എന്തായാലും രാകേഷിന്റെ ആരോപണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞെന്നാണ് വിവരം. കസ്റ്റഡിയിലുള്ള ആയുഷിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് നീരജിന്റെ കൊലപാതകത്തിൽ സഹായിയായ ബൽറാമിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീരജിന്റെ മരണത്തിൽ ബൽറാമിന്റെ പിതാവ് മോഹനനും പങ്കുണ്ടോ എന്ന സംശയവും നിലവിലുണ്ട്. കാരണം 3 പേരും ചേർന്ന് ഈ ഒരു കുടുംബത്തിനെ, അതായത് സ്വന്തം അമ്മയെയും അച്ഛനെയും ഒക്കെ കൊല ചെയ്തതിനു ശേഷം ആ സ്വത്തുക്കൾ വീതം വെച്ചെടുക്കാൻ ഭർത്താവിന്റെ പിതാവും ഈ പറയുന്ന പെൺകുട്ടിയും തീരുമാനിച്ചിരുന്നതായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നു. ബൽറാമുമായി ആയുഷി പ്രണയത്തിലാണെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. മുൻപ് അമ്മയെ ആക്രമിച്ച ആയുഷി പിന്നീട് ബൽറാമിനൊപ്പമായിരുന്നു താമസം. ഇളയ മകളെ കോച്ചിങ് സെന്ററിലാക്കിയ ശേഷം മടങ്ങുമ്പോഴാണ് അമിത വേഗതയിലെത്തിയ സ്കോർപിയോ വാഹനമിടിച്ച് നീരജിനെ ഇടിച്ചു തെറിപ്പിച്ച് അപകടത്തിൽ വരുത്തുന്നത്. 1 മാസം മുൻപും വാടക കൊലയാളികൾ ഇതേ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അന്ന് നീരജ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അന്ന് കൊലപാതകം ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അന്ന് ഗതാഗത കുരുക്ക് അധികമായതിനാലാണ് അന്ന് കൊലപാതക ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ പ്രതികൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ കൊലയാളികളായിട്ടുള്ള ഹേമന്ത്, ആകാശ് മോഹിത്, അരവിന്ദ്, രോഹിത് എന്നിവരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ബൽറാമിനായിട്ടുള്ള തിരച്ചിലുകൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രണയത്തിന് വേണ്ടിയാണ് കേതലിനെ കൊല്ലാൻ സിയ തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ തൻ്റെ അമ്മയെയും പിതാവിനെയും ഒക്കെ കൊല്ലാൻ വേണ്ടി ഈ പെൺകുട്ടി ആയുഷി തീരുമാനിച്ചിരിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വത്തുക്കൾക്കും വേണ്ടിയാണ് എന്നുള്ളതാണ്. വളരെ നിസാരമായിട്ടാണ് ഇവരൊക്കെ കൊലപാതകം എന്നുള്ള കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബന്ധങ്ങൾ അതിനൊരു വാല്യൂ നൽകാത്ത രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ മകളെന്നോ അച്ഛനെന്നോ ഒന്നും തന്നെ ആ ഒരു ബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് ഓരോ കൊലപാതകങ്ങളും. കേതലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു ആളുമായിട്ട് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന സിയ തൻ്റെ വിവാഹം ഉറപ്പിച്ച സാഹചര്യത്തിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമ്പോൾ തൻ്റെ കുടുംബത്തിന് നാണക്കേടാകുമോ എന്ന് ഭയന്നിരുന്നു. അങ്ങനെ നാണക്കേട് മറയ്ക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കൊലപാതകം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സിയെ എത്തിക്കുന്നത്. കേതലിന് മുടിയില്ലായിരുന്നു, വിഗ് വെച്ചു എന്നതൊക്കെയായിരുന്നു അയാളെ വിവാഹം ചെയ്യാൻ അവൾ മടിച്ചിരുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ തൻ്റെ മാതാപിതാക്കളോട് തനിക്ക് വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നത് മോശമാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം കൊലപാതകമാണെന്ന് തീരുമാനിച്ചായിരുന്നു സിയ കേതലിനെ കൊലപ്പെടുത്തുന്നത്. അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം സംഭവിച്ചതാകട്ടെ സ്വന്തം അമ്മയെയും അച്ഛനെയും അടക്കം കൊല ചെയ്തിരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മാറി മാറി വന്ന ജോലി തനിക്ക് കിട്ടാൻ വേണ്ടി, എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് സ്വന്തം അമ്മയെ 7 ലക്ഷം രൂപ വില കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് മറ്റൊരാളുടെ മകനും ആ പറയുന്ന ആളുടെ അച്ഛനും ചേർന്നുകൊണ്ട്, സ്വന്തം അച്ഛനും മകനും ചേർന്നുകൊണ്ട് ആ ഒരു യുവതിയെ പറഞ്ഞു മനക്കി ആ യുവതി സ്വന്തം അമ്മയെ കൊല്ലാൻ തയ്യാറായിരിക്കുന്ന അതിദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കൊലപാതകം എന്നത് വളരെ ലാഘവത്തോടെയുള്ള ഒരു കാര്യമാണ് എന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോൾ എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. കാരണം മനുഷ്യനെ ഇത്തരത്തിൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കൊല്ലുമ്പോൾ അത് പിന്നീട് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാക്കും. ഒരുപക്ഷെ നാളെ മനുഷ്യൻ പരസ്പരം വേട്ടയാടി കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയും അവസാനം മനുഷ്യകുലം തന്നെ ഇല്ലാതാകാനുള്ള സാഹചര്യങ്ങളാണ് ഇത്തരം വാർത്തകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മാതാവിനെ ആയുഷി തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി വൈകാതെ ഈ പറയുന്ന
കൊലപാതകത്തിന് അല്ലെങ്കിൽ അച്ഛൻ്റെ കൊലപാതകത്തിന്, അച്ഛൻ്റെ മരണത്തിന് ഈ പെൺകുട്ടിയുടെ പങ്കുണ്ടോ എന്നുള്ളത് കൂടെയാണ് പുറത്തു വരാനിരിക്കുന്നത്.